ജാസ്മിൻ്റെ ഉമ്മയോട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അമ്മ, എനിക്കിങ്ങനെ കളി ചിരിയൊക്കെ ആയിട്ടിരിക്കണതാണ് ഇഷ്ടം, എനിക്ക് ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത്. നോറയ്ക്കൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും, അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി അവൾ അങ്ങനെ ആക്കി തീർത്തിരിക്കണയാണ്, എനിക്ക് അങ്ങനെ ഒട്ടും പറ്റില്ല, അതുകൊണ്ടാണ് എല്ലാവരോടും മിണ്ടണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്ത വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡ് ചെയ്തൊന്നും നിൽക്കരുത്, നീ ഒറ്റയ്ക്കാണ് ഇരിക്കണം, ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അറിയണം, ഇപ്പൊ ജാസ്മിൻ കൂട്ടായിട്ടുള്ളത് റസ്മിൻ, അപ്സര, അതുപോലെ തന്നെ അർജുനൊക്കെ ആയിട്ടാണോ മിണ്ടുന്നത്, അവരോടൊക്കെ മിണ്ടിയ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ ചതിക്കുന്നവരാണോ, വിശ്വാസവഞ്ചനയുണ്ടോ എന്നൊക്കെ ഉള്ളത് ജാസ്മിൻ അറിയണമായിരുന്നു. അപ്പൊ ജാസ്മിന് ഉമ്മയോട് ചോദിക്കും, ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ, ഞാനിപ്പോൾ മിണ്ടണ കുറച്ച് പേരുണ്ട്, അപ്പൊ അവരെയൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അവരെന്നെ ചതിക്കോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉമ്മയോട് ചോദിക്കും. പക്ഷെ ഉമ്മയൊന്നും പറയില്ല, ആരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഇത് ഗെയിം ഷോ ആണ്, അപ്പൊ നീ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുന്നത് മാത്രമാണ് ഉമ്മ പറയുള്ളൂ. ജാസ്മിൻ അപ്പോൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ കളിയായിട്ടിരിക്കുന്ന ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ജാസ്മിനോട് പറയുന്നത്. ജാസ്മിന്റെ ഫാമിലി ഒക്കെ പോയതിനു ശേഷം ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നത് കുറയും, അതുപോലെ തന്നെ ഋഷിയും അൻസിബയും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട് അവളുടെ കഴുത്തിലെ പേതുമാലയായിരുന്നു കിടന്നതെന്നൊക്കെ. അപ്പൊ നോറ പറയുന്നുണ്ട് ഒരു ഫ്ലവർ ഉള്ള ഗബ്രിയുടെ ഒരു മാലയായിരുന്നു എന്നുള്ളത്, അത് മാറ്റിയിട്ട് ഇപ്പൊ ജാസ്മിൻ എന്ന് പേരെഴുതിയ മാലയാണ് കൊണ്ടുവന്ന് ഇട്ടേന്നുള്ളത്. അത് നന്നായി എന്നുള്ള രീതിയിൽ അപ്പൊ ഋഷി അവിടെ പറയുന്നുണ്ട്. പിന്നെ ലൈവിൽ ഈ നോറ എന്റെ പൊന്നോ, നോറയുടെ ഉപ്പ വന്ന് പോയ സംഭവം ഒരുപാട് ഓവറാക്കി, എന്തോരം നേരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ തൊട്ട് തുടങ്ങിയിരിക്കണയാണ്, ഭയങ്കര ഓവർ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലേ, നോറയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമ്മൾ കേട്ട് വെറുത്തു പോകും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സായി സിജോയ്ക്ക് ഒരു പണിയില്ല, ഒരു പണപ്പെട്ടി അങ്ങനെ നന്ദനയ്ക്ക് കൊടുക്കുന്നുള്ള ഡിസ്കഷൻ തന്നെയാണ്. ഇവർക്ക് ഇത് മാത്രം ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് വെറുതെ ഡിസ്കസ് ചെയ്യണമായിരിക്കും, എന്താണോ എന്തോ. സായിയും സിജോയും ഭയങ്കര നന്മമരം കളിക്കണയാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നന്ദനയ്ക്ക് പണപ്പെട്ടി വരുമ്പോൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നന്ദനയ്ക്ക് അറിയില്ല, ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് മേടിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ജസ്റ്റ് ഈ കാര്യങ്ങളെ പറ്റി ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്യണതൊക്കെ ഓക്കെ, ഇത് എന്ന് തുടങ്ങിയ ഡിസ്കഷനാണ്, ഇനി പണപ്പെട്ടി എന്നാണ് വരുന്നത്, എന്റെ പൊന്നെ ഒന്നും പറയണ്ട. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറച്ച് ഓവറല്ലേ ശരിക്കും ഇവര്?